എങ്ങോട്ട് പോകുന്നു? ഇത് നമ്മൾ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. ഫുഡ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? സോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൻ്റെ തന്നെ ഫുഡ് പാരഡൈസ് ആയിട്ടുള്ള വി പുരം ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുള്ളതും അല്ലെങ്കിൽ അറിയാവുന്നതായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരാത്തവർ വളരെ കുറവായിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ആദ്യമേ നേരെ പോയ ഒരു വഫിൾ ഷോപ്പിൽ കയറി അവിടുന്ന് ആദ്യമേ ഒരു ചോക്ലേറ്റ് വഫിൾ വാങ്ങി. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു ഐറ്റമായിരുന്നു കേട്ടോ. നന്നായിട്ട് ചോക്ലേറ്റ്, ആക്ച്വലി ഞാനൊരു ചോക്ലേറ്റ് ലവറോടാണ്. നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുള്ള ഒരു വഫിൾ. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒട്ടും ബാക്കി വെച്ചിട്ടില്ല. ആ പെട്ടിക്കകത്തുണ്ടായിരുന്ന കുറച്ച് പോലും ബാക്കിയില്ലാതെ മൊത്തം ചോക്ലേറ്റ് ഞാൻ വടിച്ച് നക്കിയിട്ടുണ്ട്. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഖമാൺ, നമുക്കിനി ബാക്കിയുള്ള അകത്തെ കാഴ്ചകൾ കാണാം. കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ഫുഡ് ഐറ്റംസ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം, ട്രൈ ചെയ്യണമെന്നൊക്കെ തോന്നും. അങ്ങനെ വഫിൾസിനെ മൃഗീയമായി തിന്നതിന് ശേഷം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പനീർ ഇവർ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ് ഈ ഇവിടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത് കാണുമ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നും. എനിവേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ടതിലെ കൂട്ടത്തിൽ ഏറ്റവും ലുക്കായിട്ടുള്ള ഒരു പനീർ ടിക്ക മസാല ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി വാങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ആ ഒരു പനീറിൻ്റെ സോഫ്റ്റ്നെസ്സും മസാലേൻ്റെ സ്പൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റും. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഒരു പ്ലേറ്റ് പനീർ ഫുള്ള് ഞാൻ ഒറ്റയ്ക്കകത്താക്കി ഗൈസ്. നല്ല സ്പൈസി ആയിട്ടുള്ള മസാല പൊരി തുടങ്ങി നല്ല ഒരു ഐസ് കോൾഡ് ചോക്ലേറ്റ് ഗുൽക്കണ്ട് ഗോള വരെ ഇവിടെ ഉണ്ട്. ഈ ഗുൽക്കണ്ട് ഗോള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എനിക്കറിയില്ല. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് തോന്നുന്നു. സോ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു വി പുരം ഫുഡ് സ്ട്രീറ്റിൻ്റെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു ദോശക്കട എന്ന് പറയുന്നത്. കാണുമ്പോൾ സിംപ്ലി യൂഷ്വൽ ദോശ ചുടുന്നു കഴിക്കുന്നു എന്നുള്ളത് ഉള്ളായിരിക്കാം. ബട്ട് ഇവിടെ വന്നാൽ നമുക്ക് പാട്ടും കേട്ടിരുന്ന് ദോശ കഴിക്കാം. അതും ഇവിടുത്തെ അണ്ണന്മാർ പാടുന്ന പാട്ട്. നമുക്കിനി കുറച്ച് ദോശപ്പാട്ട് കേൾക്കാം. ഇങ്ങനെ ആക്റ്റീവായിട്ട് പാട്ടൊക്കെ പാടുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരും. അങ്ങനെ ഇവർക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാനും പറ്റും. ഇത് ശരിക്കും ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ ആ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു രീതി. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അതേ കണ്ടില്ലേ ഒരു റൊമാലിയൻ റൊട്ടി എടുത്ത് എറിയുന്നത്. സോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാം. കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കഴിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഹിയർ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.